ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച ദിവസം 1799 മിഥുനമാസം 22-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢ മാസം 15-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:12 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 4:06 പുണർദം നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച പുലർച്ചെ 4:47 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനക്കുറിലാണ്. അതിൻ്റെ സമയം എടുത്തു പറഞ്ഞു തരാം. ശനിയാഴ്ച പുലർച്ചെ 4:06 മുതൽ രാത്രി 10:06 വരെയുള്ള സമയമാണ് മിഥുനക്കൂറിൽപ്പെട്ട പുണർദം മുക്കാൽ നക്ഷത്ര ജാതകരുടെ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രം മിഥുനക്കൂറിലും അതിൻ്റെ അവസാനത്തെ ഒരു പാദം കർക്കിടകക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പുണർദം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ്. അതുപോലെ തന്നെ മൃഗം പൂച്ചയാണ്, ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം മുളയാണ്. വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് എല്ലാ പുണർദം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ദശാകാലം, ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ജ്യോതിഷപരമായ ഒരു പ്രത്യേകതയാണ്. ജീവിതത്തിലെ ദശാകാലം എന്ന് പറയുന്നത് ആ ദശാകാലം വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലത്തുകൂടിയാണ് പുണർദം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത്. വ്യാഴദശാകാലം 16 വർഷമാണ്. വ്യത്യസ്തമായ അളവിൽ ചിലർക്ക് 10 വർഷം, 12 വർഷം, 15 വർഷം, 5 വർഷം, അങ്ങനെ വ്യത്യസ്തമായ അളവിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യത്തിലായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 10 വർഷമായിരിക്കാം, 12 വർഷമായിരിക്കാം, 15 വർഷമായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും ഇത് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർ ജനിക്കുമ്പോൾ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതം വളരെ ശോഭനമായി തീരും എന്നാണ് ജ്യോതിഷം പറയുന്നത്. വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശനിദശാകാലമാണ്. ശനിദശാകാലം കൂടി അനുകൂലമാണെങ്കിൽ അങ്ങനെ ഓരോ ദശാകാലവും തൊട്ടടുത്ത് വരുന്ന ദശാകാലമൊക്കെ അനുകൂലമായാണ് വരുന്നതെങ്കിൽ അവരുടെ ജീവിതം നല്ല നിലയിൽ പോകും. ഇപ്പം വ്യാഴദശാകാലം കഴിഞ്ഞ് തൊട്ടടുത്ത ദശാകാലം ശനി ദശാകാലമാണ്. അത് 19 വർഷമുണ്ട്. ചിലപ്പോൾ ശനി ദശാകാലം അനുകൂലമായ ഒരു അനുഭവം കൊടുക്കുന്നില്ല എങ്കിൽ, അതായത് ജനിച്ച സമയത്ത് ശനി അനുകൂല ഭാവസ്ഥിതിനല്ലെങ്കിൽ ഈ 19 വർഷവും ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ പിടിച്ച സമയമായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നമ്മളിനി അധ്യായത്തിൽ നാളത്തെ നക്ഷത്ര ദിവസം വെച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. നാളത്തെ നക്ഷത്ര ദിവസപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ആർക്കൊക്കെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. നാളത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം ശനിയാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു. പുണർദം നക്ഷത്ര ദിവസമാണ്. ആരുടെയൊക്കെ ജീവിതത്തിലാണ് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചോതി, വിശാഖം, തിരുവാതിര, രോഹിണി, ഭരണി, പൂരുട്ടാതി, ഉത്രട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചോതി, വിശാഖം, തിരുവാതിര, രോഹിണി, ഭരണി, പൂരുട്ടാതി, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു. നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ, പ്രതികൂലമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും വന്നു ചേരുമെന്ന് ഞാൻ 100% ഉറപ്പല്ല പറയുന്നത്. സാധ്യത, അതാണ് സാധ്യത. വന്നു ചേരാനും ചേരാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളെ പ്രതികൂലമെന്ന് പറഞ്ഞിട്ട് നക്ഷത്രഫലം പറഞ്ഞപ്പോൾ അനുകൂലമെന്ന് പറഞ്ഞു എന്ന് ഫോൺ വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് അതിൻ്റേതായ അറിവുകേട് കൊണ്ട് അങ്ങനെ ചോദിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളത് ആനിഴം, തൃക്കേട്ട, അശ്വതി, മകയിരം, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് ആ നാളുകാർ നാളത്തെ ദിവസത്തിൽ
വളരെ ശ്രദ്ധിക്കണം. നാളത്തെ ദിവസത്തിൽ ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ചതി പറ്റാനുണ്ട്, അല്ലെങ്കിൽ അപകടം പറ്റാനുണ്ട്, ആപത്ത് പറ്റാനുണ്ട്, ധനനഷ്ടം സംഭവിക്കാനുണ്ട്. ഇതാണ് പ്രതികൂല അനുഭവങ്ങൾ. അപ്പോൾ ഒരു ശ്രദ്ധ വേണം. ഒരു മുന്നറിയിപ്പായിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്നുകൊണ്ട് നാളെ അത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ പല കേൾവിക്കാരും ഫോൺ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവർ ഈ ഒരു വീഡിയോയുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗം ശകലമാണ് കേൾക്കുന്നത്. അപ്പോൾ അവരൊരു വീഡിയോ എടുത്തിട്ട് ആദ്യം സ്കിപ്പ് ചെയ്ത് തള്ളി വിട്ടിട്ട് അനുകൂലം കേൾക്കും, അത് കഴിഞ്ഞ് പ്രതികൂലം കേൾക്കും, പിന്നെ അവിടെ നിന്ന് നേരെ ഒറ്റ പിടിപ്പീരാണ് നക്ഷത്രഫലത്തിലേക്ക്, അവരുടെ കൂറിൻ്റെ നക്ഷത്രഫലം പറയുന്നില്ല. അപ്പോൾ ആ നക്ഷത്രഫലം കേൾക്കുമ്പോൾ പ്രതികൂലം പറഞ്ഞ് ഇവിടെ അനുകൂലവും പറഞ്ഞു, ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ള ചിന്തിക്കാനും ഗ്രഹിക്കാനുമുള്ള മനസ്സ് അവർക്കില്ലാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് ഫോൺ എടുത്ത് വെച്ച് എന്നെ വിളിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സാധ്യത അങ്ങനെയാണ് പറയുന്നത്. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നാളെ വന്നു ചേരും, 100% വന്നു ചേരും. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ഏതൊരു കാര്യത്തിലും ശ്രദ്ധ വേണം. ഒരു മുന്നറിയിപ്പായിട്ടാണ് ജ്യോതിഷം പറഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് എന്നും പറയുന്നത്. മുന്നറിയിപ്പാണ്, വാണിംഗ് ആണ്, സൂക്ഷിക്കണം. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നക്ഷത്രം, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞു പ്രതികൂലം. അപ്പോൾ നാളത്തെ ദിവസം അനിഴ നക്ഷത്ര ജാതകർ പ്രതികൂലമായ അനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നക്ഷത്രഫലം പറയുമ്പോൾ ആ കൂറിൻ്റെ നക്ഷത്രഫലമാണ് പറയുന്നത്. കൂറിനകത്ത് 2.25 നക്ഷത്രമുണ്ട്. അനിഴമുണ്ട്, തൃക്കേട്ടയുണ്ട്, വിശാഖം കാലുണ്ട്. അപ്പോൾ അനിഴ നക്ഷത്രത്തെ അവിടെ മാറ്റിയെടുത്ത് എനിക്ക് നക്ഷത്രഫലം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കൂറിൽപ്പെട്ട അനിഴ നക്ഷത്രത്തിന് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന 3 പേരിൽ ഒരാൾക്ക് നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചോദിക്കാൻ, ഞങ്ങൾക്ക് 3 പേർ കൂടെ വരത്തില്ലേ? ഞങ്ങൾക്ക് 3 പേർ കൂടെ വന്നാൽ എന്താ കുഴപ്പം? അല്ലെ, ഒരാളായിട്ട് തന്നെ എന്തിനാണ് പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പം പറഞ്ഞു തന്നത്. അത് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. അപ്പോൾ നക്ഷത്രഫലം പറയുമ്പോൾ കൂറിൻ്റെ നക്ഷത്രഫലമാണ്. ഒരു കൂറിൽ ജ്യോതിഷൻ 2.25 നക്ഷത്രത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ നക്ഷത്രഫലത്തും കൂറിൻ്റെ കാര്യമാണ് പറയുന്നത്. മറ്റേത് നാളത്തെ നക്ഷത്ര ദിവസം വെച്ചുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് പ്രതികൂലമായ അനുഭവങ്ങൾ സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും 100% വന്നു ചേരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞു തരുന്നത്. മറ്റൊരു കംപ്ലൈൻറ്റ്, ഒരു വീട്ടിൽ അമ്മയുടെ സ്ഥിതി അനുകൂലമാണ്, അച്ഛൻ്റെ സ്ഥിതി അനുകൂലമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഫോൺ എടുത്ത് വെച്ച് വിളിക്കും. അതെന്താ അമ്മയുടെ കാര്യം പ്രതികൂലം, അച്ഛൻ്റെ കാര്യം അനുകൂലവുമായിട്ട് പറഞ്ഞ് അവർക്ക് 2 പേർക്കും എന്താ കുഴപ്പം എന്ന് വിളിച്ച് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ദയവായിട്ട് പ്രേക്ഷകർ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാനും സമയം വിലപ്പെട്ട സമയമാണ്. അപ്പോൾ അത് കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പം എന്നെ നിരാശപ്പെടുത്തി എൻ്റെ ഈ വീഡിയോ പരിപാടി എന്നെ നിരാശപ്പെടുത്തി, അല്ലെ എൻ്റെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ നിരാശപ്പെടുത്തി ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ ദയവായിട്ട് അങ്ങനൊരു ചിന്താഗതി ഉണ്ടാകരുതെന്ന് ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അപ്പോൾ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ ചർച്ച ചെയ്യാം. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഫോൺ എടുത്ത് വിളിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് വളരെ തെറ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ആൾക്കാരുണ്ട്, ആ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടുമാണ് ജ്യോതിഷം പറയുന്നത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ജ്യോതിഷം ആത്മീയമാണ്, ദൈവികമാണ്. ഞാനതെപ്പോഴും പറയുന്ന കാര്യം കൂടിയാണ്. ഞാനുള്ളത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ അത് കേൾക്കുക. ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാളും നശിച്ചു പോകരുത്, ജ്യോതിഷം കേൾക്കുന്ന ആരും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് പറഞ്ഞിരുന്നതും. ഇത് 100% ഞാൻ പറയുന്ന കാര്യം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കത്തില്ല. കാരണം ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓരോ പ്രായത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഇനി എല്ലാവർക്കും ഈ പ്രായത്തിലുള്ളവരെല്ലാവരും വ്യത്യസ്തമായ പ്രായക്കാരാണെങ്കിലും അവരുടെ ദശാകാലം ഇനി ഒന്നാണെങ്കിൽ പോലും ആ ദശാകാലത്ത് ഇവരുടെ അപഹാര സമയമൊക്കെ വ്യത്യസ്തമായിരിക്കും. ഒരു ഗ്രഹത്തിൻ്റെ തന്നെ അപഹാര സമയമല്ല എല്ലാവർക്കും വന്നു ചേരുക. അപ്പോൾ ഈ നക്ഷത്രഫലങ്ങൾക്ക്, ഞാൻ ഈ നാളത്തെ നക്ഷത്രഫലം പറയുന്നതിന്
വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ നക്ഷത്രഫലത്തിൽ പറയുന്നത് നാളത്തെ ജീവിതാനുഭവം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിലൊന്ന് ചിന്തിക്കാം. ഒരു മുന്നറിയിപ്പായിട്ട് അത് സ്വീകരിക്കുക. ഇത് 100% വരുമെന്ന് ഞാനും അതും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. നാളെ ശനിയാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം നമുക്ക് ചിന്തിക്കാം. ശുഭസമയം രാവിലെ 7:42 മുതൽ 9:12 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 10:42 മുതൽ 12:24 വരെ ശുഭസമയമാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് 1:42 മുതൽ 5:12 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് പറയട്ടെ. സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസത്തീയതി വെച്ചാണ്. ഇംഗ്ലീഷ് മാസത്തീയതി 6ആണ്. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. അപ്പോൾ അങ്ങനെ 6 എന്ന സംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയെന്ന് പറയുന്നു. അതുകൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ലവ്സ് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളിൽ കൂടി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ എന്നും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അത് പ്രിയപ്പെട്ടവർക്ക് എന്നും കേൾക്കാം. അപ്പോൾ ചില ദിവസമൊക്കെ എൻ്റെ സമയക്കുറവ് മൂലം ചിലപ്പോൾ പബ്ലിഷ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചൊക്കെ വരും. ദിവസവും ചെയ്യുന്ന വീഡിയോ അല്ലേ, എല്ലാ കാര്യങ്ങളിലും അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇച്ചിരി താമസമൊക്കെ വരും. സഹൃദയം ക്ഷമിച്ച് സഹകരിക്കുക. മുമ്പോട്ട് നമുക്ക് സഹകരിച്ച് പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം എന്നുള്ളത് നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. നമ്മുടെ ജീവിതം നാളെ ഏത് വിധത്തിലാകും എന്നുള്ളതിന് ഒരു ചുരുക്കമായിട്ടുള്ളൊരു അറിവാണ്. ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ആരോടും പറയത്തില്ല. ഇതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഏകദേശമൊക്കെ ഒരു അനുകൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകും. അതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഒരു ക്രമീകരണം വരുത്താൻ കഴിയും. അതാണ് ഞാൻ എപ്പോഴും പറയും. ഈ നക്ഷത്രഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ മെസ്സേജ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടി എന്ന് ചോദിച്ചാൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതാണ് അതിൻ്റെ വലിയൊരു നേട്ടം. ആ ഒരു ക്രമീകരണം വരുത്തുവാൻ വേണ്ടി, അങ്ങനെ ക്രമീകരിച്ച് ജീവിതത്തെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലാതെ നാളെ ഇത് 100% നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നോ നിങ്ങളെ ഭയപ്പെടുത്തുവാനോ പേടിപ്പിടിക്കുവാനോ അല്ലെങ്കിൽ അത് കേട്ട് നിങ്ങൾ ഓടിപ്പോയി നാളെ ലോട്ടറി എടുക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാളത്തെക്കുറിച്ചുള്ള അനുഭവം എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ചുരുക്ക സന്ദേശം, അത്ര മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. അതുപോലെ തന്നെ നക്ഷത്രഫലം പറയുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട 5 or 6 കാര്യങ്ങൾ സംഗ്രഹിച്ച് പറയുകയാണ്. ഇപ്പം നമ്മുടെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ, അതാണ് സുഖം, സ്വസ്ഥത, ദേഹനന്മ എന്ന് പറയുന്നത്. രണ്ടാമത് കുടുംബത്തിൻ്റെ അവസ്ഥ, ധനത്തിൻ്റെ അവസ്ഥ. ധനവും ഇല്ലാതെ നമ്മൾ കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, അപ്പോൾ ആ ഒരു അവസ്ഥ. പിന്നെ ദാമ്പത്യ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണെങ്കിലോ അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചൊരു സൂചന. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണെങ്കിൽ ആ കാര്യം പറഞ്ഞു തരും. ബന്ധുജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള നഷ്ടമാണോ ലാഭമാണോ, മറ്റുള്ളവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു നക്ഷത്രത്തിൽ പറയുന്നത്. ആ കൂടെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതിയും പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ശ്വാസം വിടാതെ നിമിഷ നേരം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിൽ പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന് സ്നേഹമില്ലെന്നോ വാത്സല്യമില്ലെന്നോ ഉള്ളതല്ല. പിതാവിൻ്റെ സ്ഥിതി ചിലപ്പം പിതാവിന് ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിതാവ് മുഖേന ശത്രുതയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ അത് പിതാവ് കുടുംബത്തിൽ അലോഹ്യം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ കാര്യം അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് നക്ഷത്രഫലമായിട്ട് ചുരുക്കി പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ബന്ധുജനങ്ങളുടെ സഹകരണം നാളെ കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകുന്ന ദിവസമാണ്.
ഭാര്യ ഭർത്താവ് മുഖേനയോ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ശത്രു അടഞ്ഞ അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടവും പ്രവർത്തന മേഖലകളിലൊക്കെ വിജയമുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനപരമായി കുടുംബത്തിൽ ധനപരമായ നേട്ടം വന്നിരുന്ന ദിവസമാണ്. അതായത് നാളത്തെ ദിവസം മാതാവ് മുഖേന ധനം വന്നു തരാം, സ്ത്രീകൾ മുഖേന കടമായിട്ട് ധനം വന്നു തരാം, പിതാവ് മുഖേന ധനം വന്നു തരാം, അതുപോലെ തന്നെ ബന്ധുക്കൾ മുഖേന ധനം വന്നു തരാം, സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ധനം വന്നു തരാം. അങ്ങനെ ധനത്തിൻ്റെ വരവ് കുടുംബത്തിലുണ്ടെങ്കിൽ പോലും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ ശത്രുതയോ നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമൊക്കെ ഉണ്ട്. നാളത്തെ ദിവസം ധനപരമായ നേട്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമാണ്. പ്രവർത്തന മേഖലയിലെ വിജയം കൊണ്ട് കീർത്തിയും അംഗീകാരമൊക്കെ തേടി വരുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. എവിടെ ഉയർച്ചയും നേട്ടവും പ്രതീക്ഷിക്കാം. ആരെയും ഭയമില്ലാതെ ഏത് കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസമാണെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ്, സുഖക്കുറവ്, സമാധാനക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ അനുകൂലമാണ്. ബന്ധുക്കൾ മുഖേന ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ഈ നാളുകാർ ബന്ധുക്കളും അല്ലെങ്കിൽ ഇവരുടെ സ്വന്തക്കാരും ഒക്കെ ആയിട്ട് അകൽച്ച ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള ചിലർക്ക് നാളെ ഭീരുത്വം, ഭയം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ചിലർ അഹങ്കാരികളെപ്പോലെ പെരുമാറുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇങ്ങനെയുള്ള സമ്മിശ്രമായ അനുഭവങ്ങൾ കൂടി ഈ നാളുകാർക്ക് നാളത്തെ ദിവസം ബാധകമാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. അതുപോലെ തന്നെ ഈ നാളുകാരുടെ ശാരീരികവും മാനസികവുമായ സ്ഥിതി മെച്ചമല്ല. പിന്നെ ഇവരുടെ ജീവിതത്തിൽ നാളെ എന്താണ് നേട്ടമുള്ളതെന്ന് ചോദിച്ചാൽ ഇവർക്ക് മക്കൾ മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുന്നതാണ്. അത് മുഖേന ഇവർക്ക് ദൈവാധീനവും ധനനേട്ടവും കുടുംബസുഖവും അതുപോലെ തന്നെ അംഗീകാരവും ഒക്കെ ബഹുമാനവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് ദോഷം ഉണ്ടാകുക, അല്ലെ ബന്ധുക്കൾ പിണങ്ങുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലർക്ക് നേത്രരോഗം വരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കണ്ണിന് ദീനം വരെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ധനസ്ഥിതിയും അനുകൂലമായ ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചിലരിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകും. ചിലർ പുനർവിവാഹമൊക്കെ ആലോചിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും കുടുംബത്തിൽ ധനപരമായ വിഷയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മുഖേന ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ തൊഴിൽപരമായി അനുകൂലമായ ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുപോലെ തന്നെ നാളത്തെ ദിവസം നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. ശത്രുക്കളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. വാദപ്രതിവാദങ്ങളിൽ ജയിക്കുന്ന ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ ഗുണമുണ്ടാകുന്ന ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിത വിജയം ചിലരിൽ ഉണ്ടാകുന്ന ദിവസമാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർ അമിതമായ ഭക്ഷണം കഴിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ദിവസമാണ്. ചിലർ മദ്യപാനത്തിൽ അകപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ ഒരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം മക്കളെ കൊണ്ട് സന്താന ദുഃഖം ഉണ്ടാകുന്ന ദിവസമാണ്. മക്കളാൽ മറ്റു ചില കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ചിലർക്ക് തിക്താനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ അതിയായി ഈശ്വരനിൽ വിശ്വസിക്കുന്നവർ നാളെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി ഈശ്വരനെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർ മാനസികമായും ശാരീരികമായും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ പലവിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും തൊഴിൽപരമായി അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവുമായി ശത്രുതയ്ക്കും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാർ
നാളത്തെ ദിവസം തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ അത്ര തൃപ്തികരമല്ല. മാനസികവും ശാരീരികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലരുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും അവർക്ക് അനുകൂലമാണെങ്കിലും മാതാവും പിതാവും മുഖേനയുള്ള തിക്താനുഭവങ്ങൾ, ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ, ഒരുപക്ഷെ മാതാവിനോ പിതാവിനോ രോഗ ദുഃഖ പ്രയാസങ്ങളൊക്കെ വന്ന് അത് മുഖേനയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ മാതാവും പിതാവും മുഖേനയുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാപിതാക്കൾക്ക് ദോഷം വന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലും അസ്വസ്ഥതകളും പ്രയാസങ്ങളും, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ചന്ദ്രനാലുള്ള ഫലമാണ് പറഞ്ഞത്. ദശാകാലം വെച്ച് ചിലപ്പോൾ നല്ല സൂപ്പർ ടൈമുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസം, അല്ലെങ്കിൽ കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല ആരോഗ്യമുള്ള ദിവസം, നല്ല ദാമ്പത്യ ജീവിത വിജയം ഒക്കെ അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ്. ഗ്രഹസ്ഥിതി അനുകൂലമാണ്, ധനസ്ഥിതി അനുകൂലമാണ്. സുഖാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും തൻ്റെ കുലത്തിൽ പ്രധാനിയാകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ മൂത്ത സഹോദരന് ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മാത്രം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂർ. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്. മാതാവിനെ കൊണ്ട് നാളെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. എങ്കിലും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലർക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തക്കാരും ബന്ധുജനങ്ങളും ഒക്കെ നാളത്തെ ദിവസം ശത്രുക്കളായി തീരുവാനും സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇവരുടെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾക്ക് ശത്രുത വന്നു ചേരുവാനും നാളത്തെ ദിവസം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ചോളം സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും, പ്രത്യേകിച്ചൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അന്യജനങ്ങളാൽ പീഡിതനും അലസനും അതുപോലെ തന്നെ മനസ്സിൽ ദുർചിന്താഗതിയൊക്കെ ഉള്ളവരായി തീരാം, മദ്യപാനിയാകെ തീരാം, കലഹ സ്വഭാവമുള്ളവരായി മാറാം, നീച സ്വഭാവമുള്ളവരായി മാറാം. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരെ സംബന്ധിച്ച് സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്നുള്ളതും കൂടി ഞാൻ എടുത്തു പറയുന്നു. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത എന്നാൽ മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖക്കുറവ് അനുഭവത്തിൽ വന്നുചേരും. ധനപരമായ വിഷയത്തിൽ ക്ലേശം ഉണ്ടാകുന്ന ദിവസമാണ്. സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഇല്ലാത്തവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം ധനനഷ്ടത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അന്യജനങ്ങളിൽ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് വേദന അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും ചിലർക്കൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ്. മാതാവും പിതാവും തമ്മിൽ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി ഈ നക്ഷത്രജാതർക്ക് അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അവിടെ സ്ത്രീകൾ മുഖേന ശത്രുതകളൊക്കെ ഉണ്ടാകുവാനും പിതാവ് ഇവർക്ക് പ്രതികൂലമായി നിൽക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തൊഴിൽപരമായ നേട്ടം ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തീർച്ചയായിട്ടും ഉണ്ടാകും. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.